അമ്മൂനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പച്ച കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസും ആണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച്. കരിമീൻ ഞാൻ ദേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെത്തി വെളുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് പുരട്ടി വെക്കാൻ വേണ്ടി 1 സ്പൂൺ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിക്കണം, പിഴിഞ്ഞൊഴിക്കണം. ചെറുനാരങ്ങ കിട്ടിയിട്ടില്ല, ഈ നാരങ്ങയാണ് കിട്ടിയത്. ഇത് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അത് അവിടെ നിറയെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ഉപയോഗങ്ങളും നടത്തുന്നത് അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ. അപ്പം പിഴിയാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. പിഴി ഉടനെ ഇങ്ങോട്ട് ആ മതി മതി മതി. ഇനി ഇത് നമുക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിൽ പുരട്ടി ഒന്ന് കൊടുക്കണം. ഇതിന് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് കുരുമുളക്. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതിന് വേണ്ട ഗ്രേവി ഒന്ന് ശരിയാക്കി എടുക്കാം. ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് ഞാൻ തേങ്ങാപ്പാൽ 2 സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ആദ്യം അരച്ചെടുക്കണം. ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു 1/4 സ്പൂൺ കുരുമുളക്, ഒരു 3 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു 3 കറയാമ്പ്. ഇതിലേക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പച്ചമുളക്, 2 സവാള, ഇതൊന്ന് വാടി തന്നെ. ഒത്തിരി ചിക്കൻ കറിയൊക്കെ വെക്കണ പോലെ വേണ്ട, കുറച്ച് വാടിയാൽ മതി ഇതിന്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇടണം, പിന്നെ അല്പം ഉപ്പ്. മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഈ കൂടെ തന്നെ ഇപ്പുറത്തൊരു അടപ്പിൽ ഇതൊന്ന് വറുത്തെടുക്കാം. ചെറിയ രീതിയിൽ വറുത്തെടുത്താൽ മതി. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഷാലോ ഫ്രൈ മതി. മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീൻ പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത മീനെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല, എന്നാലും ഒരിത്തിരി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം, ഉണ്ടാക്കണവരുടെ. പക്ഷേ ഇതിവിടെ പിള്ളേരുള്ളത് കൊണ്ട് കുരുമുളക് കുറവാണ് ഇടണത്. പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി. മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക്
ഗ്രേവിക്ക് വേണ്ടി ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കണം, ഒന്നാം പാലും രണ്ടാം പാലും. അതിൽ നമുക്കിപ്പോൾ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ കിടന്ന് വേണം മീൻ വെന്ത് വരാനായിട്ട്. തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മീനിട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ഇത്തിരി നേരം. നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. മൂടി വെക്കണം. ഇനി ഏകദേശം ഇപ്പം മീൻ വെന്ത് കാണും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ഈ ഒന്നാം പാൽ ഒഴിക്കാം. ഇനി ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളക്കേണ്ട കാര്യമില്ല, ഒന്ന് വെറുതെ ചൂട് പിടിച്ചാൽ മതി. ആ കൂടെ തന്നെ നമ്മൾ കശുവണ്ടിയും തേങ്ങാപ്പാലും കൂടി അരച്ചെടുത്തില്ലായിരുന്നോ, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്നും നമുക്ക് ഇളക്കാൻ പറ്റില്ലല്ലോ, പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കശുവണ്ടിയും കൂടി ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് ഒന്ന് ഇടുകയും ചെയ്യണം. അപ്പോൾ നമുക്കത് നോക്കാം. ഇനി കിസ്മിസ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, വേപ്പിലയും കൂടി ഇടാം. നമുക്ക് ഇത് ഈ കറിക്കകത്തേക്ക് ഒഴിച്ചിടാം. ഫിഷ് മോളിലേക്ക് ഒഴിക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇവിടെ അടച്ചിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടി ഒരു പാലപ്പം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ കൂടെ കഴിക്കാനായിട്ട് പാലപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം.